അപ്പം എങ്ങനെയാ നമുക്കൊരുമിച്ച് ബ്ലണ്ടർ പഠിക്കല്ലേ. സോ വെൽക്കം ടു എഫ്എക്സ് ആൻഡ് പായ്. അപ്പോൾ നമ്മൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എടുത്ത ഓർമ്മയുണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പ്ലെയിനിൻ്റെ കോക്പിറ്റോ അല്ലെങ്കിൽ വലിയ മെഷീൻ ഇൻ്റർഫേസൊക്കെ പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിനോ പറയാനുള്ളത് വെച്ചാൽ ഇത് ഫസ്റ്റ് ഇൻ്റർഫേസ് ഒന്നും കണ്ടിട്ട് എന്താ പറയുക നമുക്ക് ബാക്കോട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങളെ ഫ്യൂച്ചർ കരിയറിലേക്ക് ഏറ്റവും ഗുണകരമായൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത്. കാരണം വെച്ചാൽ ഇത് ഇനിയും നിലനിന്ന് പോകുന്ന സംഭവമാണ്. കാരണം ഇത് ഫ്രീ ആണ്. അതോടുകൂടി തന്നെ ഇപ്പോൾ കുറേ ക്ലൗഡ് AI ഒക്കെ വെച്ചിട്ട് എന്താക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിങ്ങനെ ഇപ്പോൾ മുന്നോട്ട് ഇത് മോഡിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ്വെയർ ടാലൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക നിങ്ങളെ കരിയർ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. അത് നിങ്ങൾ ഗ്രാഫിക് ഡിസൈൻ കരിയർ ആയിക്കോട്ടെ, മോഷൻ ഗ്രാഫിക്സ് കരിയർ ആയിക്കോട്ടെ, എഡിറ്റിംഗ് കരിയർ ആയിക്കോട്ടെ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിലെങ്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അധികം ഉള്ളത് നമ്മളെ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽസും ആൻഡ് ഹിന്ദി അങ്ങനത്തെ ട്യൂട്ടോറിയൽസാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു സാധാരണ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ബിഗിന്നറിന് മനസ്സിലാകുന്ന രീതിയിലാണ് അത്രയും എപ്പിസോഡ്സ് പറഞ്ഞു പോയത്. അപ്പോൾ ഈ ഓരോ ഇൻ്റർഫേസിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ പല എപ്പിസോഡ്സാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലേലിസ്റ്റ് പോയാൽ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കണ്ടുപോയാൽ നിങ്ങൾക്ക് എന്താക്കാം ഇതിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങൾ സുഖമായിട്ട് ഇങ്ങനെ പഠിച്ച് പോവാം. അപ്പോൾ മാക്സിമം എന്താക്കുക ഇതിൻ്റെ ഇൻ്റർഫേസ് കണ്ടൊന്നും എന്താക്കുക പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോന്നും എല്ലാം പഠിച്ചാൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെന്താക്കുക ഈ ബ്ലെൻഡറിൻ്റെ നമ്മൾ ഏതൊക്കെ നോക്കിയിരുന്നു, ടൈപ്പ് ഓഫ് എഡിറ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ്, എഡിറ്റിംഗ് ഉണ്ട്, ഒബ്ജക്റ്റ് മോഡ് ഉണ്ട്, സ്കൾപ്റ്റ് മോഡ് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സെലക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താക്കുക ആഡ് ചെയ്താൽ എന്തൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാമെന്ന് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ കവർ ചെയ്തതാണ് ഗ്ലോബൽ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോം ഓറിയൻറ്റേഷൻസ്. അത് കഴിഞ്ഞ ശേഷം പിവറ്റ് പോയിൻറ്റും സ്നാപ്പിങ്ങും പഠിച്ചു. പിന്നെയാണ് പ്രൊപ്പോർഷൻ എഡിറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ എന്താക്കുക ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്താക്കുക പോയി ജസ്റ്റ് ഒന്ന് റിപ്പീറ്റായി കണ്ടു നോക്കുക. കാരണം ഇത് എത്രത്തോളം ഈ ഇൻ്റർഫേസ് നിങ്ങൾക്ക് പരിചയപ്പെട്ടോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇനി ട്യൂട്ടോറിയൽസും ഇപ്പോൾ എൻ്റെ ട്യൂട്ടോറിയലല്ല വേറെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ പോയി കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ ആയിക്കോട്ടെ. ഈ ഇൻ്റർഫേസും നിങ്ങൾക്ക് സിമ്പിളായി കഴിഞ്ഞാൽ ജസ്റ്റ് ആ 1-2 തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മോഡലിംഗ് ഒക്കെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി അടുത്ത ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. അതിന് ശേഷം ബാക്കി പിന്നെ നമ്മൾ കവർ ചെയ്യുക ഇതിൽ പ്രോപ്പർട്ടീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കവർ ചെയ്യുന്ന ഒരു മോഡലിങ്ങിൻ്റെ സാമ്പിൾ വെച്ചിട്ടായിരിക്കും. കാരണം അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താക്കുക റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടെ എന്താക്കുക നമ്മൾ ബേസിക് കാര്യം ഇവിടെ എൻഡ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു മോഡലിങ്ങിൻ്റെ സാമ്പിൾ വെച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചൊരു മോഡൽ ഉണ്ടായിരുന്നു ചായ ഗ്ലാസിൻ്റെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. കാരണം ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ ഒരു ചെറിയ ഇൻ്റർഫേസ് ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഓരോ ഇൻ്റർഫേസും മെല്ലെ പറഞ്ഞ് പിന്നെ ഈ ട്യൂട്ടോറിയലിലേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത്രയും എപ്പിസോഡ്സ് കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. അതിന് ശേഷം ഇതും കൂടി കാണുക. ഇനി അടുത്ത എപ്പിസോഡായിരിക്കും നമ്മൾ മോഡലിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ പോളി മോഡലിംഗ് ആയിരിക്കും. കാരണം ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുക ലോ പോളി മോഡലിംഗ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താക്കാം ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് സെലക്റ്റബിലിറ്റി ആൻഡ് വിസിബിലിറ്റി. നമുക്ക് ഈ മെഷ് ആയിക്കോട്ടെ ഇതിലെന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടോ അതിൻ്റെ സെലക്റ്റബിലിറ്റിയും വിസിബിലിറ്റിയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ മെഷിൻ്റെ സെലക്റ്റബിലിറ്റി ഇതിൽ ഡിസേബിൾ ചെയ്യാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മെഷീനിൽ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ക്ലയൻറ്റിനോ അല്ലെങ്കിൽ നിങ്ങളെ കൊളീഗ്സിനൊക്കെ എന്താക്കുക ഇത് കാണിച്ചു കൊടുക്കണം വിചാരിച്ചു നിങ്ങൾ മോഡൽ. അപ്പോൾ ഓരോന്ന് അറിയാണ്ട് കയ്യും തട്ടിയിട്ട് എന്താക്കുക നമ്മൾ ചെയ്ത മോഡലിങ്ങിനൊന്നും പറ്റാണ്ടൊക്കെ എന്താക്കണം ഇത് ജസ്റ്റ് ഇതൊന്ന് ഓഫാക്കിയിട്ട് അവർക്ക് കൊടുത്താൽ മതി. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇത് ഹൈഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ മെഷും ഒന്ന് പെട്ടെന്ന് ഒറ്റയടിക്ക് ഹൈഡ് ആക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഇൻഡിവിജ്വലായി ഹൈഡ് ആക്കണമെങ്കിൽ ജസ്റ്റ് H ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ Alt H. അതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ കേട്ടോ. സർഫസ് ഞാൻ ഇപ്പോൾ അതാണ് ലൈറ്റ്. ഇപ്പോൾ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ എന്താക്കാം നമുക്ക് ഒബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അതുപോലെ തന്നെ സ്ലാഷ് ക്ലിക്ക് ചെയ്താൽ ഐസൊലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ലൈറ്റ് ഒന്നും എനിക്ക് ഇനി ഇവിടെ കാണണ്ട വിചാരിച്ചോ. അപ്പോൾ എന്താക്കുക ഇവിടെ പോയിട്ട്
ലൈറ്റ് കാണില്ലേ, ഇത് ഹൈഡ് ചെയ്താൽ ലൈറ്റ് ഓഫ് ആവും. അതുപോലെ തന്നെ ക്യാമറ കാണണമെങ്കിൽ ക്യാമറ ഹൈഡ് ആക്കാം. അപ്പോൾ ഇതാണ് സെലക്റ്റബിലിറ്റി ആൻഡ് വിസിബിലിറ്റി. ഇനി അടുത്തതാണ് ഗിസ്മോസ്. ഗിസ്മോസ് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മളെ ബ്ലെൻഡറിൽ. ആണോ, ഇതൊരു ഗിസ്മോ ആണ്. ആണോ, നമുക്ക് ഈ ഓറിയൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നൊരു ടൂളാണ് ഗിസ്മോ. എക്സ് ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്യാനും വൈ ആക്സിസിൽ ഓറിയൻറ്റ് ചെയ്യാനും സെഡിൽ ഓറിയൻറ്റ് ചെയ്യാനും ഗിസ്മോസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗിസ്മോസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പോർഷനാണ് ഈ ഭാഗം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം അടുത്ത നോക്കുന്നതാണ് ഗിസ്മോസ്. അപ്പോൾ ഗിസ്മോസിൻ്റെ ഈ ആക്ടിവേഷൻ വരുന്ന ഇവിടെയാണ്. ഇതാ ഈ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, സോറി ഇതാണ് കണ്ടോ, ഷോ ഗിസ്മോ. ഇത് ജസ്റ്റ് ഇനാക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകും. ജസ്റ്റ് എന്താക്കുക, ഇവിടെ ആക്റ്റീവ് ചെയ്യുക. ഇവിടുത്തെ ഡ്രോപ്പ് ഡൗൺ കൊടുത്താൽ വേറെ കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടിക്കായി കിടക്കുന്നതാണ് നാവിഗേറ്റ്. അതെന്താണ് നമ്മൾ നോക്കാം. അപ്പോൾ നാവിഗേറ്റ് ഓഫ് ആക്കിയാൽ ഇവിടുത്തെ ഗിസ്മോ ഒക്കെ പോകും കണ്ടോ. അപ്പോൾ തിരിച്ച് കണ്ടതിന് എപ്പോഴും എന്തൊക്കെ നോർമലി നാവിഗേറ്റ് ഓപ്പൺ ആയി കിടക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ഇവിടുത്തെ ഈ ഗിസ്മോ യൂസ് ചെയ്യാൻ പറ്റും. സൂം ഇൻ സൂം ഔട്ട് യൂസ് ചെയ്യാൻ പറ്റും, പാനിങ് യൂസ് ചെയ്യാൻ പറ്റും, ക്യാമറ വ്യൂ, ഓർത്തോഗ്രാഫിക് ആൻഡ് പെർസ്പെക്റ്റീവ് വ്യൂ. അപ്പോൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം എന്താക്കണം, എപ്പോഴും ഈ ഓപ്ഷൻ ഇവിടെ ഓണായി കിടക്കുന്നതാണ് നല്ലത്, നാവിഗേറ്റ്. ഈ ബാക്കിയുള്ളതൊക്കെ ഞാൻ തൽക്കാലം ഒന്ന് അൺടിക്ക് ചെയ്യാണ്, ഓരോന്ന് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിസ്മോസ്. കുറേ ടൈപ്പ് ഓഫ് ഗിസ്മോസ് ഉണ്ട്. ഫസ്റ്റ് ഇതാണ് മൂവ് ഗിസ്മോ. ജസ്റ്റ് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിസ്മോ ആണ്. നമുക്ക് മേലോട്ടും താഴോട്ടും ഒക്കെ എന്താക്കാം ഈ ഗിസ്മോ യൂസ് ചെയ്ത് നീക്കാം. ഇനി അടുത്ത വരാണ് റൊട്ടേഷൻ ഗിസ്മോ. ഇത് വെച്ച് എന്താ ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിസ്മോ ആണ് റൊട്ടേഷൻ ഗിസ്മോ. നെക്സ്റ്റ് വരുന്നതാണ് സ്കെയിൽ. ഇത് വെച്ച് എന്താക്കാം നമുക്ക് ഒബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ആ ഗിസ്മോ യൂസ് ചെയ്തിട്ട് എന്താക്കാം നമുക്ക് വേണ്ട ആംഗിളിലേക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. അടുത്ത ലാസ്റ്റുള്ളതാണ് ട്രാൻസ്ഫോം. ട്രാൻസ്ഫോം ഗിസ്മോ പറഞ്ഞാൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യാൻ പറ്റും, റൊട്ടേഷൻ ചെയ്യാൻ പറ്റും ആൻഡ് സ്കെയിലും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത് നോക്കുക. അടുത്തതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് ഒബ്ജക്റ്റ് പറഞ്ഞൊരു ഗിസ്മോ ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ കണ്ടില്ല ഇങ്ങനെ എനിക്ക് അത് തൊട്ടാലേ ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലേ എന്താകും എനിക്ക് അതിൻ്റെ മേലെ ഗിസ്മോ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്താണ് എനിക്ക് ഈ എന്താ പറയുക തുടർന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് സാധാരണ നോർമൽ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താക്കണം എനിക്ക് ഗിസ്മോ അവിടെ വേണം. മറ്റേതെങ്ങനെയാണ് നമ്മളല്ലാണ്ട് പോയി സെലക്ട് ചെയ്തിട്ട് പിന്നെ മൂവ് ഗിസ്മോ കൊടുത്താലുള്ള ആ ഗിസ്മോ അവിടെ വരുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുക നോർമലി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഗിസ്മോ അവിടെ വേണമെന്ന്. അങ്ങനെ വരാനുള്ളൊരു ട്രിക്കാണ് അല്ലെങ്കിൽ വരാൻ ചെയ്യുന്ന ടിപ്പാണ് ആക്റ്റീവ് ഒബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ എനിക്കിതിലേക്ക് വേണ്ട തൽക്കാലം മൂവ് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ എന്തൊക്കെയാണ് അൺടിക്ക് ചെയ്ത് ഞാൻ മൂവ് ഗിസ്മോ മാത്രം സെലക്ട് ചെയ്തു. ഇപ്പോൾ കണ്ടില്ല നോർമലി സെലക്ട് ചെയ്യുമ്പോൾ എന്താവും ആ മൂവ് ഗിസ്മോ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നോർമലി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടോ ആ മൂവ് ഗിസ്മോ അവിടെ ഉണ്ട്. കാരണം ഞാൻ മൂവ് ഗിസ്മോ ആണ് കൊടുത്ത് ബാക്കി ഗിസ്മോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മൂവ് ഗിസ്മോ മാത്രം അവിടെ കാണുന്നത്. ഇനി അപ്പോൾ ലൈറ്റിലാണെങ്കിൽ എന്താവും ആ ലൈറ്റ് ഗിസ്മോ മാത്രം ലൈറ്റിൽ അല്ലെങ്കിൽ ആ ക്യാമറയിലാണെങ്കിൽ ക്യാമറയിൽ ആ മൂവ് ഗിസ്മോ ഉണ്ടാവും. ഓക്കെ, മറ്റേ ഇതിൻ്റെ ചേഞ്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താക്കണം ആ മൂവ് ടൂൾ എടുത്ത ശേഷം മാത്രമേ നമുക്ക് ഗിസ്മോ ആയിട്ട് വരുള്ളൂ. ഇതിപ്പോൾ നോർമലി എന്താക്കുക സെലക്ട് ചെയ്താൽ ആ ഗിസ്മോ അവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ റൊട്ടേഷൻ ഗിസ്മോ ആണെങ്കിൽ റൊട്ടേഷൻ ഗിസ്മോ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ആണെങ്കിൽ ട്രാൻസ്ഫോം ഗിസ്മോ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്താക്കുക ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ ആ മൂന്നാമത്തെ കൂടി കൊടുത്താൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളായി മൂവും റൊട്ടേറ്റും അങ്ങനെ കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് വെച്ചാൽ നമുക്ക് എന്താ ഈ ഇമേജിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ എന്താ വല്ല ഫോഴ്സ് ഫീൽഡിൽ ഗിസ്മോ വേണമെങ്കിൽ അത് ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഓവർലേസ്. ഓവർലേസ് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഗ്രിഡ്. ഗ്രിഡ് ഓട്ടോമാറ്റിക്കലി ഇനേബിൾഡ് ആയിരിക്കും. ആൻഡ് അതിനടുത്ത് കാണുന്നതാണ് ഫ്ലോർ. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ മാക്സിമം നമ്മളൊരു ഇതിൻ്റെ ഒരു ബേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3D വേൾഡിൻ്റെ ഒരു ബേസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ എനേബിൾ ചെയ്യുന്നത്. അത് എനേബിൾ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല അതിൻ്റെ കറക്റ്റ് ബോട്ടം എവിടെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം മാക്സിമം എന്താക്കുക നിങ്ങളെ ഓവർലേസിൽ ഈ ഫ്ലോർ ആക്റ്റീവ് ആക്കിയിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും കേട്ടോ. പിന്നെ ആക്റ്റീവ് ആക്കിയാലും നമുക്ക് മനസ്സിലായില്ല കേട്ടോ, കൺഫ്യൂഷനായി പോകും ഇത് എവിടെയാണ് ഇതിൻ്റെ കറക്റ്റ് ബേസ് എന്നുള്ളത്. അപ്പോൾ മാക്സിമം എപ്പോഴും എന്താ അത് ആക്റ്റീവ് ആക്കി വെക്കുക. ഇനി അടുത്തതാണ് ആക്സിസ്. പൊതുവെ നമുക്ക് എന്താക്കുക എക്സ് വൈ മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് സെഡ് ആക്സിസും കൂടി ഈ ഓവർലേയിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓവർലേയിൽ പോയിട്ട് കണ്ടോ സെഡ് ഓൺ ആയി കൊടുത്താൽ മതി. അപ്പം കണ്ടോ നീല നിറത്തിൽ സെഡ് ആക്സിസ് കൂടി വന്നിട്ടുണ്ടാവും. ഇനി അടുത്തതാണ് 3D കേഴ്സർ. 3D കേഴ്സറിന് ഒരു വേറെ തന്നെ ഒരു എക്സ്ട്രാ ശരിക്കൊരു വീഡിയോ വേണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ സിമ്പിളായി പറഞ്ഞുതരാം.
കണ്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ടൂളാണ് 3D കേഴ്സർ. 3D കേഴ്സർ പറഞ്ഞാൽ മാക്സിമം എന്തൊക്കെ നമുക്ക് ഇവിടെ എവിടെ വേണം ടാപ്പ് ചെയ്ത് വെക്കാം. അത് യൂസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ശരിക്കും കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കാണണമെങ്കിൽ ഇതാ അവിടെ കൊണ്ടുവച്ചാൽ മതി. എന്നിട്ട് ഓവർലേ പോയിട്ട് 3D കേഴ്സറിൻ്റെ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹൈഡ് ചെയ്യണമെങ്കിൽ എന്താക്കുക, ജസ്റ്റ് അവിടെ കൊണ്ടുവയ്ക്കുക, ഓവർലേ എടുക്കുക, കേട്ടോ, അന്ന് ഡിസേബിൾ ചെയ്താൽ കാണില്ല. ഓക്കെ, ഇനി അടുത്താണ് അനോട്ടേഷൻ. അനോട്ടേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുക. അനോട്ടേഷൻ പറഞ്ഞാൽ സിമ്പിൾ കോൺസെപ്റ്റാണ്. നിങ്ങളിപ്പോൾ ബ്ലെൻഡറിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബ്ലെൻഡറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്തൊക്കെയാണ് വിചാരിച്ചു. നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെന്താക്കുക, നമുക്ക് അനോട്ടർ യൂസ് ചെയ്യാം. നമ്മൾ പെൻസിലോ ഒരു പെന്നോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് എന്താക്കുക, ഇതിൽ എഴുതാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ എഴുതി കാണിച്ചിടാം. കണ്ടല്ലേ, നമ്മളൊരു പെന്നോ പെൻസിലോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ എങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് മോഡൽ നമ്മൾ വിചാരിക്കുകയാണ്. ഇത് എന്താക്കുക, ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത് ലൈറ്റ് ആഡ് ചെയ്യണം നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ വേണം മറക്കാണ്ടിരിക്കാൻ എന്താക്കുക, അവിടെ നമുക്ക് എഴുതി വെക്കാം. വേണമെങ്കിൽ ഇവിടെ പോയിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ജസ്റ്റ് അനോട്ടിൻ്റെ അവിടെ പ്രോപ്പർട്ടീസ് പോയാൽ നമുക്ക് കളർ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ അനോട്ട് ഇറേസർ വെച്ചിട്ട് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇറേസും ചെയ്യാം. അല്ലേ, ഇതാണ് അനോട്ടേഷൻ ടൂൾ. ഇനി അടുത്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, പെർഫോമൻസ് ഒക്കെ. നമ്മൾ റെൻഡറിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ CPU-ൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ സൈക്കിളിൻ്റെ ഒക്കെ ഡിനോയ്സിംഗ് ഒക്കെ അറിയണമെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മളിപ്പോൾ റെൻഡറൊക്കെ പോളിഗൺ ലൈക്ക് റെൻഡറിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റീടോപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഫേസിൻ്റെ ഒക്കെ എണ്ണം നമുക്ക് അറിയണം. കാരണം കൂടുതൽ ഫേസൊക്കെ വന്നാൽ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ എണ്ണങ്ങളും എഡ്ജൊക്കെ അറിയണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ആക്കി വെച്ചാൽ മതി. പിന്നെ ജനറൽ ഇൻഫോയും ഓട്ടോമാറ്റിക്കലി ഓൺ ആയിരിക്കും. കണ്ടോ, നമുക്ക് ആവശ്യാനുസരിച്ച് ഇങ്ങനെ ടിക്ക് ഓൺ ആക്കുക, ഓഫ് ആക്കാം. ഇനി അടുത്ത വരുന്നതാണ് എക്സ്ട്രാസ്. എക്സ്ട്രാസ് ആണ് ഓഫ് ആക്കാൻ വേണ്ടിയില്ല. നമ്മളെ ക്യാമറേൻ്റെ ഇതിൻ്റെയൊക്കെ ഐക്കണ് ലൈക്ക് അറിയാനുള്ള ഓപ്ഷൻ പോയി ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക, തിരിച്ച് കൊണ്ടുവരാമല്ലേ. ഇപ്പോൾ ലൈറ്റ് ക്യാമറ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്താണ് ബോൺ. ഓക്കെ, ഇനി അടുത്ത എന്താക്കാം, നമുക്ക് ഇവിടെ ഈ ഓവർലേയിൽ വരുന്നതാണ് ബോൺസ്. ബോൺസ് എന്താണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ബോൺസ് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തു, ആർമേച്ചർ എടുത്തു. നമുക്ക് ഇവിടെ കാണാൻ വിസിബിലിറ്റി ഉണ്ടാവില്ല. ജസ്റ്റ് ഇത് കാണണമെങ്കിൽ എന്താക്കുക, ഓവർലേയിൽ പോയിട്ട് ബോൺസിൻ്റെ ടിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് എന്താക്കുക, സൈസ് ഇൻക്രീസ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടുന്നില്ല, എന്താക്കുക, ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, സെലക്ട് ചെയ്താൽ മതി, സൈസ് ഇൻക്രീസ് ചെയ്ത് കേട്ടോ. ഇതിപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ എഡിറ്റ് മോഡ് പോയി എന്താക്കുക, എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് വിസിബിൾ ആവേണ്ട വിചാരിച്ചു. ഇപ്പോൾ ആനിമേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ബോൺ കാണണ്ട വിചാരിച്ചു. അപ്പോൾ കാണാന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇവിടെ പോവുക, ബോൺസ് അൺടിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടെ വിപോർട്ട് ഓവേഴ്സിലെ ബോൺസ്. ഓക്കെ, ഇനി അടുത്താണ് റിലേഷൻഷിപ്പ് ലൈൻസ് പറഞ്ഞ സംഭവം. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ വരുന്നത് കാണാം, കണ്ടോ. ഞാൻ ക്യാമറക്ക് ഒബ്ജക്റ്റ് മോഡ് പോയി ഈ ക്യാമറേനെ ഈ ആർമേച്ചറായിട്ട് ഓക്കെ ഈ എം ടി ആയിട്ട് പാരൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുകയാണ് എന്താ, ഈ എം ടീൻ്റെ പാരൻ്റ് ചൈൽഡാണ് ഈ ക്യാമറ. അപ്പോൾ അതിലൊരു ഡോട്ട് സംഭവമല്ലേ, ഈ ഡോട്ട് സംഭവത്തിലാണ് നമ്മൾ റിലേഷൻഷിപ്പ് ലൈൻ എന്ന് പറയുക. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയാൽ ഇതാ കണ്ടോ, ഈ ലൈനോട് പോകും, കുറച്ചുകൂടി വിസിബിളായി കാണിച്ചില്ല കണ്ടോ. ഞാൻ അപ്പോൾ അവിടെ പോയിട്ട് ഈ റിലേഷൻഷിപ്പ് ലൈൻ ഓഫാക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതിലെന്താക്കുക, നമുക്ക് കാണണമെങ്കിൽ നമ്മളിപ്പോൾ പാരൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേഷൻ കാണണമെങ്കിൽ ഇതാ ഇത് ടിക്ക് ചെയ്താൽ മതി. ഇനി അടുത്താണ് ഇവിടെ മോഷൻ പാത്ത്. മോഷൻ പാത്ത് എന്താ കാണിച്ചാൽ ജസ്റ്റ് ചെറിയൊരു ആനിമേഷൻ ചെയ്യാൻ പോവാണ്. ഞാൻ അതൊരു ഷിഫ്റ്റ് ഡി കൊടുത്തിട്ടൊന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതവിടെ ഇതാണ് നമ്മളെ ടൈം ലൈൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ചെറിയൊരു ആനിമേഷനാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ടൈം ലൈൻ പ്ലേ ഹെഡ് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. നമുക്ക് ഐയോ കെ കൊടുക്കുക, ഞാൻ തൽക്കാലം ഐ കൊടുത്തു. ഓക്കെ, ഇത് കുറച്ച് മുന്നോട്ട് പോയി ഈ ഗ്ലാസ് ഞാൻ എക്സാസിൽ കുറച്ച് മുന്നോട്ട് വെച്ചു. ഇനി ഐ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ചെറിയൊരു ആനിമേഷൻ ഉണ്ട് കണ്ടോ, ഗ്ലാസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നൊരു ആനിമേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഷൻ്റെ പാത്ത് നമ്മൾ കാണണം കണ്ടോ, അങ്ങനെ ഒരു മോഷൻ വന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് നമ്മൾ കാണണമെങ്കിൽ ഇവിടെ പോയാൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞ സംഭവമുണ്ട്. അവിടെ താഴെ ഉണ്ടാവും മോഷൻ പാത്സ്, ഇവിടെ ഉണ്ടാവും നമുക്ക് താഴെ ഉണ്ടാവും കാൽക്കുലേറ്റ്. പിന്നെ ഒന്നുകൂടി കാൽക്കുലേറ്റ് കൊടുത്താൽ മതി കണ്ടോ. ഇപ്പോൾ ഒരു പാത്ത് ഇവിടെ വന്നത് കണ്ടില്ലേ. ഈ പാത്തിനാണ് എന്താ മോഷൻ പാത്ത് എന്ന് പറയുക. അത് കാണണമെങ്കിൽ എന്താക്കാം, ഇവിടെ പോയാൽ നമുക്ക് ആക്ടിവേറ്റ് ആക്കാം കേട്ടോ. പിന്നെ ആക്ടിവേറ്റ് ആക്കിയാലും പോവും, ആക്ടിവേറ്റ് ആക്കിയാലും എന്താക്കാം ഈ പാത്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കാണാൻ എന്താക്കുക, ജസ്റ്റ് ഈ ആദ്യം നമുക്ക് മോഷൻ പാത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിവിടെ ഒബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടി പോവുക,
മോഷൻ പാത്ത് എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തതാണ് ഔട്ട്ലൈൻ സെലക്റ്റഡ്. ഇപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഔട്ട്ലൈൻ വരുന്നത് കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറിൽ. അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ പോയാൽ ഇത് ഓഫാക്കിയിട്ടാൽ പോവും. മാക്സിമം ഇതൊക്കെ ഡിഫോൾട്ടായി കിടക്കുന്ന എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായി തന്നെ നിന്നോട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഒറിജിൻ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ആക്റ്റീവ് ആയതിൻ്റെ ഒറിജിൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് എടുത്തില്ല, പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ ഒറിജിൻ ഉള്ളതാ സെൻറ്റർ കാണുന്നത് ഈ പോയിൻ്റാണ് ഒറിജിൻ എന്ന് പറയുക. അപ്പോൾ എല്ലാത്തിൻ്റെ ഒറിജിൻ കാണാൻ എന്താക്കുക, ഇവിടെ പോയാൽ ഒറിജിൻ ഓൾ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെ ഒറിജിൻ ആക്റ്റീവ് ആയി കാണാമല്ലോ. അപ്പോൾ ഇതാ ഈ ക്യാമറേൻ്റെ ഒറിജിൻ, ഇതാ ഈ ഗ്ലാസിൻ്റെ ഒറിജിൻ, ഈ പ്ലെയിനിൻ്റെ ഒറിജിൻ, ഈ പ്ലെയിൻ്റെ ഒറിജിൻ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ഡോട്ടിൽ കാണാൻ പറ്റും. അതധികം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, നമ്മളെപ്പോൾ വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ നമുക്ക് ആക്റ്റീവ് ആയതിനെ മാത്രം ഒറിജിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മാക്സിമം ഇതിൽ ഓവർലൈൻ വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ മിസ്സായി XYZ നമ്മുടെ Z ആക്സിസ് കൊടുത്താൽ ഈ Z ആക്സിസിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അവിടെ കാണുന്ന ജോമെട്രി, വയർ ഫ്രെയിമിൻ്റെ ഈ കണ്ടോ, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വയർ ഫ്രെയിമിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. വയർ ഫ്രെയിമിൻ്റെ ഇവിടെ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓപ്ഷൻ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചാൽ ഇതെടുത്തു, വയർ ഫ്രെയിം കുറച്ചു, പൊട്ടി, ഒപ്പാസിറ്റി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. നമുക്ക് ഇവിടെ പോയാൽ കാണാൻ പറ്റും കുറേ മോഡ്സ് ഉണ്ട്. എക്സ്റേ മോഡ് ഉണ്ട്, വയർ ഫ്രെയിം ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ ആണ് എക്സ്റേ മോഡ്. എക്സ്റേ മോഡ് വയർ ഫ്രെയിം മോഡ് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എന്താക്കാം, എനിക്ക് ഇതിൻ്റെ ഉൾഭാഗം കാണണം. എക്സ്റേ പറഞ്ഞാൽ എന്താ, ഉൾഭാഗം കാണാനല്ല യൂസ് ചെയ്യുക നമ്മൾ പൊതുവേ. അതേ ഒരു കോൺസെപ്റ്റാണിത്. ഇതിൽ എക്സ്റേ ഓൺ ആക്കാനുള്ള ഷോർട്ട് കട്ടാണ് ആൾട്ട് സെറ്റ് കൊടുത്ത് കണ്ടോ. ഇപ്പോൾ ഉൾഭാഗവും കാണാൻ പറ്റുന്നുണ്ടോ, മോഡലിൻ്റെ ഉൾഭാഗവും കാണാൻ പറ്റും. അപ്പോൾ ഇതിനെന്താക്കാം, നമുക്ക് ഇതിനാണ് നമ്മൾ എക്സ്റേ മോഡ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ട്രാൻസ്പെറൻസിയും ഒക്കെ ചെക്ക് ചെയ്യാൻ എന്താക്കുക, നമുക്ക് എക്സ്റേ യൂസ് ചെയ്യാം, എക്സ്റേ മോഡ്. ഞാൻ അതിൻ്റെ അടുത്ത് കാണുന്നതാണ് വയർ ഫ്രെയിം മോഡ്. രണ്ടൊരു വ്യത്യാസം കാണിച്ചാൽ, അപ്പോൾ ഇതിൽ എക്സ്റേ മോഡ് ഓഫാക്കി വെറും വയർ ഫ്രെയിം മോഡാണുള്ളത്. ഇപ്പോൾ കണ്ടോ വയർ ഫ്രെയിം കാണുന്നുണ്ട്, പക്ഷേ പ്രശ്നം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വയർ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, ജസ്റ്റ് അതിൻ്റെ മേലെ കൂടെ മാത്രം ഒന്ന് വാർപ്പായി പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എന്താക്കി എക്സ്റേ കൂടെ ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ടോ, അപ്പോൾ ഉൾഭാഗത്തിൻ്റെ വയർ ഫ്രെയിമും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റായി ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ എന്താക്കാം, നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം, ഈ വയർ ഫ്രെയിം മോഡും എക്സ്റേ മോഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ വയർ ഫ്രെയിം മോഡ് പോയി ഇവിടെ തന്നെ ഡ്രോപ്പ് ഡൗൺ കൊടുത്താൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ തീമുണ്ട്, നമുക്ക് റാൻഡം കളർ കൊടുക്കാൻ പറ്റും, ഇതുപോലെ ഒബ്ജക്റ്റിൻ്റെ കളർ കൊടുക്കാൻ പറ്റും, തീം സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാൻ പറ്റും. അവിടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കസ്റ്റമാണുള്ളത്. ഞാൻ എന്താക്കി ഇവിടെ പോയിട്ട് കണ്ടോ മൊത്തത്തിൽ നമ്മളെ വേൾഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും കണ്ടോ മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ ഈ വയർ ഫ്രെയിമിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ റാൻഡം കൊടുത്തു, അല്ലെങ്കിൽ തീം കൊടുത്തു. ഇതെന്താക്കാൻ നമുക്ക് ഇങ്ങനെ വയർ ഫ്രെയിമിൻ്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇവിടെ കാണിച്ചാൽ കേട്ടോ, ഇതിൻ്റെ ഓവർലോയുള്ള കളർ മാറുന്ന ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നോക്കിക്കുക കേട്ടോ, എങ്ങനെയും മാറ്റാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ്റെ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഔട്ട്ലൈൻ്റെ കളർ നമുക്ക് ഓറഞ്ച് ആക്കാം, ബ്ലൂ ആക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ വയർ ഫ്രെയിമിൻ്റെ കളറും അങ്ങനെ ഇതിനനുസരിച്ച് 3 ഓപ്ഷനുകൾ. തീം എടുക്കാം, ഒബ്ജക്റ്റ് എടുക്കാം, റാൻഡം എടുക്കാം. തീം പറഞ്ഞാൽ എന്താ, നമ്മൾ മൊത്തത്തിൽ കളറൊക്കെ വരിക. അതേപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്താ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ തീമാണ് എടുത്ത് അല്ല വേൾഡ് ആക്കാം, അല്ല കസ്റ്റം ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഷെയ്ഡിങ് മോഡ്. ഷെയ്ഡിങ് മോഡിൽ സോളിഡ് മോഡ്. സോളിഡ് മോഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക വെച്ചാൽ നമ്മൾ മോഡൽ ചെയ്യുമ്പോഴാണ് ഈ ഷെയ്ഡിങ് മോഡ് യൂസ് ചെയ്യുക. ഇതിന് മുമ്പ് കളറൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് എന്താക്കുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഔട്ട് മാത്രം കാണാനുള്ള മോഡാണ് ഷെയ്ഡിങ് മോഡ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താക്കാം, ഇതിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോയാൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് ക്ലേ മെറ്റീരിയൽസ് ഉണ്ട്. അതൊരു ജസ്റ്റ് കാണാനുള്ള നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരും ഓരോ ഇതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ടുള്ള. ഇത് പറഞ്ഞാൽ ജസ്റ്റ് എന്താക്കുക, ഔട്ട് എടുക്കുന്നതല്ല, ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഔട്ട് എടുക്കണമെങ്കിൽ മെറ്റീരിയൽ വ്യൂ പോയാൽ അല്ലെങ്കിൽ റെൻഡർ മോഡ് പോയാൽ ഇതിലെന്താണോ കാണുന്നത് ഇതായിരിക്കും നമ്മൾ ഔട്ട് വരിക. ഒരിക്കലും ഇതായിരിക്കില്ല ഇതിൻ്റെ ഔട്ട് കേട്ടോ. അതിൻ്റെ പ്രത്യേകം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇപ്പോൾ മാറ്റ് ക്യാപ്പ് പോയാൽ ഇത് കണ്ടു നമുക്ക് ഈ കളറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം.
പക്ഷേ ഇതൊന്നും എന്താക്കുക നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ പുറത്ത് വരില്ല. ഔട്ട് എടുക്കുമ്പോൾ എന്താ നമ്മൾ ഈ ഫൈനൽ ഔട്ട് കണ്ടില്ല, ഇതായിരിക്കും നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ കാണാനുള്ള ഇതിന് ലുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് അടിച്ചിട്ട് ഇതായിരിക്കില്ല കേട്ടോ നമ്മൾ ഔട്ട് കിട്ടുക, അത് ശ്രദ്ധിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എന്താക്കാം, നമുക്ക് കുറേ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇതിപ്പോൾ മാറ്റ് ക്യാപ്പാണ്. പിന്നെ ഫ്ലാറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫ്ലാറ്റും നമ്മൾ അധികം യൂസ് ചെയ്യില്ല, അധികം യൂസ് ചെയ്യുക സ്റ്റുഡിയോ മാറ്റ് ക്യാപ്പ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ റൊട്ടേഷനൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ വലിയ വ്യത്യാസങ്ങൾ അറിയാൻ പോകുന്നില്ല. പിന്നെ വയർ ഫ്രെയിമിൻ്റെ കളർ മാറ്റാം കേട്ടോ. അപ്പോൾ നിലവിൽ ഒബ്ജക്റ്റാണ്, റാൻഡം അങ്ങനെ കൊടുക്കാം. ഞാൻ അവിടെ ഒബ്ജക്റ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കാണിച്ചില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഞാൻ റാൻഡം എടുത്ത് വേറെ നമുക്ക് ഇനിയിപ്പോൾ പുതിയൊരു മെഷ് കൊണ്ടുവരാണെങ്കിൽ റാൻഡം കളറായിട്ടേക്കും വരിക കണ്ടോ, വേറെ തന്നെ കളറ് കണ്ടില്ല. പക്ഷെ ഇതൊന്നും എന്താ ഔട്ട് എടുക്കുമ്പോഴുള്ള കളറല്ല, ജസ്റ്റ് നമ്മൾക്ക് വർക്കിന് കാണാൻ മാത്രം, നമുക്കത് പാർട്സൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളൊരു കളർ മാത്രമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ എന്താകുമ്പോൾ കസ്റ്റം കൊടുക്കാൻ പറ്റും. കസ്റ്റമായിട്ട് എന്താക്കാം കണ്ടോ, ഇത് വേണ്ട ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾ മെഷീന് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കളറാണ്. മറ്റേ ഇനി നമ്മൾ വയർ ഫ്രെയിം കണ്ട പോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ, കസ്റ്റം കൊടുത്താൽ കണ്ടോ. നേരത്തെ അതിലുള്ള അതേ സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബാക്ക് പേസ് കളറിംഗ് പറഞ്ഞിട്ട്. എന്താണ് ബാക്ക് പേസ് കളറിംഗ് എന്ന് നോക്കാം. അതിൽ ബാക്ക് പേസ് കളറിംഗ് നിലവിൽ ഇപ്പോൾ ഓണായി കിടക്കുന്നില്ല. അപ്പോൾ രണ്ട് ഫേസ് ഉണ്ടാവും, ഫേസ് ഓറിയൻറ്റേഷൻ ഉണ്ടാകുമ്പോൾ മെഷീനൊക്കെ ഫ്രണ്ടിലേക്കുള്ളതും ബാക്കിലുള്ളതും. അപ്പോൾ ഞാൻ അത് ഓണാക്കി. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താക്കണം, ഇവിടെ പോയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പോയി കണ്ടോ ഫേസ് ഓറിയൻറ്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇത് നിലവിൽ ഇതിൻ്റെ ഫേസ് ഓറിയൻറ്റേഷൻ എന്ന് കണ്ടോ. ഞാനത് ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഫേസ് ഓറിയൻറ്റേഷൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണിത്, പിന്നെ ബാക്ക് സൈഡാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കിത് ജസ്റ്റ് ഇതിൻ്റെ പാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗം കൂടി കാണാൻ പറ്റണം, ലൈക്ക് ട്രാൻസ്പെറൻറ്റ് പോലെ. അതിന് നമുക്ക് എന്താക്കാം, ബാക്ക് ഫേസ് കളറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ഓണാക്കി, ബാക്ക് ഫേസ് കളറിംഗ് ഓണാക്കി. അപ്പോൾ നോക്കിക്കൊണ്ട് കണ്ടോ, ബാക്കോട്ട് അടിയിൽ എടുക്കുമ്പോൾ കണ്ടോ കട്ടായി വരുന്നുണ്ടല്ലേ. ചേഞ്ച് അറിയണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ബാക്ക് ഫേസ് കളറിംഗ് ഓഫ് ആക്കുകയാണ്. ഇതിലിങ്ങനെ പോകുമ്പോൾ എങ്ങനെ കണ്ടോ, നമുക്ക് ഈ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്, ഈ മെഷുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ഇതൊക്കെ എന്താക്കുക, ഈ മെഷ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഞാൻ എന്താക്കി, ഇവിടെ പോയിട്ട് ബാക്ക് ഫേസ് കളറിംഗ് ഓണാക്കി. ഇത് നോക്കിക്കൊണ്ട് കണ്ടോ ആ കട്ടിങ് വരുന്നുണ്ടല്ലേ. നമുക്കിങ്ങനെ ഉള്ളിൽ കൂടുതൽ ആ ബാക്ക് ഫേസ് എന്താക്കുക, നമുക്ക് ട്രാൻസ്പെറൻ്റായി കാണാൻ പറ്റും. അതാണ് ബാക്ക് ഫേസ് കളറിംഗ്. ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് എന്താക്കുക നോർമൽ വ്യൂവിലും കാണും, ബാക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും. അതാണ് ബാക്ക് ഫേസ് കളറിംഗ്. ഇനി അടുത്ത് എന്താക്കുക, നമുക്ക് ഔട്ട്ലൈൻ കണ്ട ഔട്ട്ലൈൻ്റെ കളേഴ്സൊക്കെ മാറ്റട്ടോ. നമുക്ക് സെലക്ട് ചെയ്യുന്ന ഔട്ട്ലൈൻ്റെ കളേഴ്സ് റാൻഡം കളർ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഏതിൽ വരുന്നത്, ഷെയ്ഡറിൽ വരുന്നത്. ഇനി അടുത്ത മെറ്റീരിയൽ ഔട്ട് നോക്കാം, മെറ്റീരിയൽ പ്രിവ്യൂ. മെറ്റീരിയൽ പ്രിവ്യൂ അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ സീൻ ലൈറ്റ് കാണാൻ പറ്റും കണ്ടോ. നമുക്ക് ഇതിൻ്റെ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഇവിടെ കാണണമെങ്കിൽ കണ്ടോ ഇത് കൊടുക്കാൻ പറ്റും. അതുപോലെ സീൻ വേൾഡ് കാണണമെങ്കിൽ കണ്ടോ, സീൻ വേൾഡ് കൊടുത്താൽ ബാക്കി നമ്മൾ HDRI പോകുന്നുള്ളൂ, നമുക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കുക. ഇനി സീൻ വേൾഡ് ഓഫ് ആക്കിയാൽ ഇതാ ഇവിടെ കുറേ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. നമുക്ക് നമ്മൾ HDRIൻ്റെ ആംഗിളൊക്കെ മാറ്റാൻ പറ്റും, അതിൻ്റെ സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വേൾഡ് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ. വേൾഡ് ഒപ്പാസിറ്റി പറഞ്ഞാൽ HDRI നമുക്ക് കാണണമെങ്കിലും എന്താക്കുക, അവിടെ പോയിട്ട് ഇതാ ഇതിൻ്റെ വേൾഡ് ഒപ്പാസിറ്റി ഫുള്ള് കൂട്ടിയാൽ മൊത്തം കാണാൻ പറ്റും. അതിൻ്റെ ബ്ലറാണിത് കണ്ടോ, ബ്ലർ ഒഴിവാക്കി. ഇതാണ് ഇതിൻ്റെ HDRI, നമ്മൾ പ്രിവ്യൂ കാണുന്നതിൻ്റെ HDRI ആണ് കണ്ടല്ലേ. അപ്പോൾ HDRI ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെയുള്ള നിലവിലുള്ള കുറേ ടൈപ്പ് HDRIs ഉണ്ട്. ഇത് നമ്മൾ പിന്നെ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ കണ്ടോ. ഇതൊക്കെ ഇതിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള HDRIs ആട്ടോ. നിലവിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഈ വേൾഡ് ഒപ്പാസിറ്റി കുറച്ച് വളരെ കൂട്ടി സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെറ്റീരിയൽ പ്രിവ്യൂ ഉള്ള കാര്യങ്ങൾ. ഇത് സെയിം സംഭവം തന്നെ ബാക്കിയുള്ളതും. വയർ ഫ്രെയിമിൽ ഇത് മാറ്റാൻ പറ്റും. ഇതിൽ കാണുന്ന മറ്റേ കമ്പോസ്റ്ററിൻ്റെ ആണ്. അത് ഈ കമ്പോസ്റ്റർ വരുന്ന ടൈമിൽ ക്ലിയർ ആക്കി തരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തണമെന്നില്ല. ഓക്കെ, ഈ ലാസ്റ്റ് കാണുന്നതാണ് റെൻഡേർഡ് പ്രിവ്യൂ. റെൻഡേർഡ് പ്രിവ്യൂ ഇതാണ് ശരിക്കും നമ്മൾ ഫൈനൽ ഔട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് വ്യൂ കൊടുത്താൽ കണ്ടത് ഇതാണ് ഫൈനൽ ഔട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ ചേഞ്ചസുകളും ഉണ്ട്. സീൻ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സീൻ വേൾഡ് നമുക്ക് HDRI അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിൻ്റെ കമ്പോസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിവ്യൂസ് ആണ്. ജസ്റ്റ് വർക്ക് നമ്മൾ ചെയ്തത് കാണാനുള്ള ടൈപ്പ് ഓഫ് പ്രിവ്യൂകൾ മാത്രമാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ വയർ ഫ്രെയിം ആണ്. നമ്മളൊരു പ്ലാനൊക്കെ കാണണമെങ്കിൽ പ്ലാനിൻ്റെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സംഭവം കാണണമെങ്കിൽ വയർ ഫ്രെയിം യൂസ് ചെയ്യുക ഒരു മോഡലിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മോഡൽ ചെയ്യാൻ മാത്രമാണെങ്കിൽ ഷെയ്ഡർ യൂസ് ചെയ്യുക.
ഈ മെറ്റീരിയൽ കൊടുത്ത് കളറൊക്കെ ആഡ് ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ പ്രിവ്യൂ. ഈ ഫൈനൽ ഔട്ട് എന്താക്കാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ലാസ്റ്റത്തെ ഈ റെൻഡേർഡ് വ്യൂ എടുക്കുക. അപ്പോൾ എത്ര ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ കമൻസിലും കുറേ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് പ്രീമിയർ പ്രോൻ്റെ ട്യൂട്ടോറിയലുകൾ ഷെയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ അതും മിക്കവാറും ഒരു പ്ലേലിസ്റ്റ് പോലെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം അതും കൂടി കണ്ടു നോക്കുക. ഒരിക്കലും ബ്ലെൻഡർ വിട്ട് പോകുന്നതല്ല, ഇതും ഏകദേശം ഒരു ഫീൽഡ് വരുന്നതാണ്. നിങ്ങൾക്ക് ബ്ലെൻഡർ പഠിച്ച് എന്താക്കുക 3D ഒബ്ജക്ട്സ് ഒക്കെ കമ്പൈൻ ചെയ്യാനും ഈ ആഫ്റ്റർ എഫക്ട്സ് പ്രീമിയർ പ്രോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആഫ്റ്ററിൻ്റെ ക്ലാസ് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്ലേലിസ്റ്റ് പോലെ ഷെയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് ഇനി എക്സ്ട്രാ എന്തെങ്കിലും നോക്കാനുള്ളത് വെച്ചാൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഇനി ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മെഷർ നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 മെഷ് തമ്മിലുള്ള ദൂരം കണ്ടോ, ഇവിടെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടോ ഈ മെഷിലേക്കുള്ള ദൂരം കണ്ടോ 4.3 അങ്ങനെ ഇതാക്കാൻ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂളാണ് മെഷർ ടൂൾ. നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ആൻഡ് പിന്നെ കാണുന്നതാണ് ക്യൂബ്. ഇത് നമുക്കൊരു മെഷ് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് വരില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ താഴെ കാണുന്നതാണ് ബാക്ക് ബോക്സ് കർവ്. ഇത് നിങ്ങൾക്ക് വർക്കാണെങ്കിൽ നിങ്ങൾ എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസിൽ പോയാൽ ലൂപ്പ് ടൂൾ പറഞ്ഞ സംഭവമുണ്ട്. ഈ ലൂപ്പ് ടൂൾ എനേബിൾ ചെയ്താലേ വർക്കാവുള്ളൂ. ബട്ട് എൻ്റെ എന്താ അറിയില്ല, ബഗ്ഗിൻ്റെ ഒരു ബഗ്ഗാണോ അറിയില്ല, എനിക്ക് ഇതിൽ ആക്റ്റീവായിട്ട് കിട്ടുന്നില്ല. ജസ്റ്റ് കാണിച്ചാൽ ശരിക്കും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബുൾ എടുക്കാം, കർവ് ടൂൾ എടുക്കാം കണ്ടോ. ഇതിലെന്തോ ഒരു എററാണ് കാണിക്കുന്നത്. ഇത് വേണമെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ എന്താ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ കവർ ചെയ്തത്. ഞാൻ വേണമെങ്കിൽ ഇതിനെ പറ്റിയുള്ളൊരു ലിങ്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം, വേറൊരു വീഡിയോ ആഡ് ചെയ്യാം. വേണമെങ്കിൽ അതിൽ ചെന്ന് നോക്കാം. ഇല്ലെങ്കിൽ എന്താക്കുക, ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ബോക്സ് കർവ് പറഞ്ഞിട്ട് ബോക്സ് കാർ പറഞ്ഞ കോൺസെപ്റ്റാണ്, അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താ കമൻസിൽ ഷെയർ ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എഡിറ്റ് മോഡിലെ കുറച്ചുള്ള കാര്യങ്ങളാണൊക്കെ പറയാനുള്ളത്. ഇത്രയും ടൂൾസൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താക്കാൻ നമുക്ക് മോഡലിംഗ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. ഇനി എന്താക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കുക. കാര്യം ഇനി എന്താക്കുക ട്യൂട്ടോറിയൽ തിയറി ആയിട്ടൊന്നുമില്ല, ഇനി ഫുള്ള് പ്രാക്ടിക്കൽ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു സൂൺ ആൻഡ് താങ്ക് യു.